നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാറിലിരുന്ന് സംസാരിച്ചതിന്റെ പേരിൽ 40 വയസ്സുകാരിയെയും അവരുടെ ഒപ്പമുണ്ടായിരുന്ന യുവാവിനെയും ആൾക്കൂട്ട വിചാരണ ചെയ്യുന്നു. പിന്നീട് സദാചാര രീതി എന്ന് പറയുന്നു. ഇതിന്റെ ഭാഗമായിട്ട് 3 SDPI പ്രവർത്തകർ അറസ്റ്റിലാകുന്നു. പക്ഷേ ഇതിന് ശേഷം, അതായത് ഈ പറയുന്ന പെൺകുട്ടി യുവതി ആത്മഹത്യ ചെയ്തതിനു ശേഷമാണ് ഇങ്ങനെയൊരു നടപടിയും SDPI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയും ഒക്കെ ഉണ്ടായത്. അതിനുശേഷം സദാചാര ഗുണ്ടായിസം എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ ഈ ഒരു വിഷയം ചർച്ചയായി. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന SDPI പ്രവർത്തകർ സമൂഹത്തിന്റെ നല്ലതിനു വേണ്ടി, ഈ പറയുന്ന മരണപ്പെട്ട യുവതിയുടെ നല്ലതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ചെയ്തത്, അവരായിരുന്നു കറക്റ്റ് എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. മകളുടെ ആത്മഹത്യ എന്നത് യാഥാർത്ഥ്യമാണെങ്കിലും മകളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഈ SDPI പ്രവർത്തകരായിട്ടുള്ള മകളുടെ ബന്ധുക്കൾ ഇങ്ങനെ ഒരു വിചാരണ നടത്തിയത്. യുവാവിനെ 5 മണിക്കൂറോളം ചോദ്യം ചെയ്ത് നിർത്തിയത്. സ്വയം പോലീസ് നടപടി എന്ന പോലെ സ്വയം പാർട്ടി ഓഫീസിലേക്ക് SDPI സ്ഥാപനത്തിലേക്ക് വിളിച്ചു വരുത്തുന്നു. അവിടെ നിന്ന് ഭീഷണിപ്പെടുത്തലും ചോദ്യം ചെയ്യലും ഒക്കെ നടത്തിയത് അതായിരുന്നു യഥാർത്ഥത്തിൽ ശരി എന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങളൊക്കെ ഈ ഒരു വിഷയത്തിൽ പുറത്തു വരുന്നുണ്ട്. നിരവധി ദുരൂഹതകൾ നിറയുന്ന ഒരു കേസ് തന്നെയായിട്ട് മാറുകയാണ് ഈ പറയുന്ന യുവതിയുടെ ആത്മഹത്യ എന്നുള്ളതാണ്. യുവതിയുടെ ആത്മഹത്യക്ക് കാരണം ആരാണ് എന്നത് യുവതി തന്നെ ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായി എഴുതി വെച്ചിട്ടാണ് മരണപ്പെട്ടത്. പക്ഷേ ഇതിപ്പോൾ വലിയ രീതിയിൽ മറ്റൊരു തരത്തിലേക്ക് കാര്യങ്ങൾ പോകുകയാണ്. കാരണം ഈ യുവതിക്കൊപ്പം ഉണ്ടായിരുന്ന യുവാവ്, അവനാണ് ഈ പെൺകുട്ടിയുടെ ആത്മഹത്യക്ക് കാരണം എന്ന തരത്തിലുള്ള ഒരു ആരോപണത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ ആത്മഹത്യക്കുറിപ്പിൽ ഒന്നും തന്നെ ഈ യുവാവിനെ കുറിച്ചോ യുവാവ് എന്തെങ്കിലും മാനസികമായിട്ടോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയതോ ആയിട്ടുള്ള യാതൊരു കുറിപ്പും എഴുത്തും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും പോലീസിനെ സംബന്ധിച്ച് വലിയ ഒരു തലവേദനയായിട്ട് മാറുന്ന ഒരു കേസായിട്ട് ഇത് മാറുന്നു. കാരണം 2 പക്ഷത്തുള്ളവരും പറയുന്നത് കേൾക്കുമ്പോൾ വിശ്വസിച്ചേ മതിയാകൂ എന്നുള്ള മട്ടിലാണ്. പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് പുറത്തു കൊണ്ടുവരേണ്ടത് ഉത്തരവാദിത്തം പോലീസിനുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട്. ആദ്യം ആത്മഹത്യ എന്ന് മാത്രം കരുതിയിരുന്ന യുവതിയുടെ മരണത്തിന് പിന്നിൽ വലിയൊരു സംഭവം തന്നെ ഉണ്ട് എന്ന് പോലീസ് മനസ്സിലാക്കിയിരുന്നു. പെട്ടെന്ന് കാര്യങ്ങൾ മാറി മറഞ്ഞുവെങ്കിലും അതിന്റെ കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ പോലീസ് തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം. എന്തായാലും ഈ ഒരു പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന യുവാവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. യുവാവ് വലിയ നൽകുന്ന മൊഴിയായിരിക്കും ഈ കേസിൽ വലിയൊരു മാറ്റമുണ്ടാകാൻ പോകുന്നത് എന്ന തരത്തിലുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് നിലവിൽ പുറത്തു വരുന്നത്. അതേസമയം ഈ പറയുന്ന യുവതിക്കൊപ്പം ഉണ്ടായിരുന്ന യുവാവിനെതിരെ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങളും ഈ യുവതിയുടെ കാരണത്തിന് മരണകാരണമായി മാറിയിട്ടുള്ള 3 SDPI പ്രവർത്തകരെക്കാൾ കൂടുതലായിട്ടുള്ള നിരവധി ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് യുവാവിനെതിരെ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും യുവാവിനെതിരെ പരാതികൾ ഉയർന്നതിന്റെ ഭാഗമായിട്ട് യുവാവ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. അതുപോലെ തന്നെ ഈ SDPI പ്രവർത്തകരും പോലീസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. എന്തായാലും റസീനയുടെ ആത്മഹത്യയിൽ ആൺ സുഹൃത്തിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് അവരുടെ മാതാവ് തന്നെയാണ്. അതായത് സ്വന്തം മകൾ മരണപ്പെട്ടു കഴിഞ്ഞു. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ആ മകളുടെ മരണകാരണമെന്ന് മകളെ എഴുതി വെച്ചവരല്ല കുറ്റക്കാർ, ശരിക്കും സംഭവിച്ചത് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാതാവ് തന്നെ രംഗത്തെത്തിയത് കൊണ്ട് ജനങ്ങൾക്കും വലിയ രീതിയിലുള്ള ഒരു സംശയം ഈ ഒരു വിഷയത്തിൽ നിൽക്കുന്നുണ്ട്. എന്തോ വലിയ കാര്യം മറച്ചു വെക്കാൻ വേണ്ടിയാണോ ഇത്തരത്തിലൊരു രീതിയിൽ കാര്യങ്ങൾ പോകുന്നത് എന്നൊരു സംശയമാണ് ജനങ്ങൾക്കിടയിലുണ്ടെന്ന്. കോളച്ചേരി സ്വദേശിയായിട്ടുള്ള റഹീസിനെതിരെയാണ് ഇത്തരത്തിൽ ഈ മരണപ്പെട്ടിട്ടുള്ള യുവതിയുടെ മാതാവ് പരാതി നൽകിയിരിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി മരണപ്പെട്ട റസീനയെ ലൈംഗികമായിട്ട് പീഡനത്തിന് ഇരയാക്കിയെന്നും നഗ്ന ദൃശ്യങ്ങൾ എടുത്തുകൊണ്ട് അത് കാണിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിയെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇയാൾക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത്. റസീനയിൽ നിന്നും ഇതുകൂടാതെ 20 പവൻ സ്വർണവും 1.5 ലക്ഷം രൂപയും അൺസർവ്ഡ് ആയിട്ടുള്ള റഹീസ് കൈപ്പറ്റിയെന്നും മാതാവ് പറയുന്നുണ്ട്.
ഭർത്താവുമായിട്ട് റസീന അത്ര സ്വരച്ചേർച്ചയിലല്ല എന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. ഇതിനിടയിലാണ് റഹീസുമായിട്ട് യുവതി അടുപ്പത്തിലാകുന്നത്. വിവാഹ വാഗ്ദാനം നൽകി റസീനയെ ലൈംഗികമായി പീഡനത്തിന് ഇരയാക്കിയെന്നും പീഡന ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ മാതാവ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇതോടെ ആത്മഹത്യക്ക് യുവതി ശ്രമിച്ചിരുന്നതായിട്ടാണ് മാതാവ് പറയുന്നത്. ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് ഈ പറയുന്ന SDPI പ്രവർത്തകർ ചെയ്തതെന്നാണ് മാതാവിന്റെ പക്ഷം. അതേസമയം ഇതേക്കുറിച്ചൊന്നും, അതായത് മാതാവ് പറയുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും ഈ യുവതി അവരുടെ ആത്മഹത്യക്കുറിപ്പിൽ പരാമർശിച്ചിട്ടില്ല എന്നത് വലിയൊരു സംശയത്തിനിടയാക്കുന്നു. ഇവിടെ ആരെയാണ് സംരക്ഷിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. എന്തായാലും ഈ ഒരു സന്ദർഭത്തിൽ റസീനയുടെ ആത്മഹത്യക്കുറിപ്പിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഓരോന്നായിട്ട് പുറത്തു വരുന്നുണ്ടോ. ഈ ആത്മഹത്യക്കുറിപ്പിൽ അറസ്റ്റിലായിട്ടുള്ള SDPI പ്രവർത്തകരായിട്ടുള്ള യുവാക്കളെ കുറിച്ച് കൃത്യമായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. യുവാക്കളുടെ ഭീഷണിയെക്കുറിച്ച് കൃത്യമായിട്ട് ആ കത്തിൽ എഴുതിയിട്ടുണ്ട്. സുഹൃത്തിന്റെ മൊബൈൽ പിടിച്ചെടുത്തു, ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തെ സംബന്ധിച്ച് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു, ജീവിക്കാൻ അനുവദിക്കാത്ത സാഹചര്യം ഉള്ളതുകൊണ്ടാണ് താൻ ആത്മഹത്യ ചെയ്യുന്നത് എന്നൊക്കെയാണ് ആ ഒരു ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നതെന്നാണ് DCP നിതിൻ രാജ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. സംസാരിച്ചു നിൽക്കുമ്പോൾ യുവാക്കൾ പ്രശ്നമുണ്ടാക്കുകയായിരുന്നുവെന്നും റഹീസിനെ സംഘം കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു എന്നും റസീനയുടെ ആത്മഹത്യക്കുറിപ്പിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഭീഷണിപ്പെടുത്തിയ യുവാക്കളെ ചോദ്യം ചെയ്തു വരികയാണ് എന്നാണ് വിവരം. ഭീഷണിക്ക് ആവശ്യമായ തെളിവ് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ ആൾക്കാരുടെ പങ്ക് ഇതിൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ നിലവിൽ വരുന്ന സൂചന. ഇതേക്കുറിച്ചുള്ള കണ്ടെത്തലുകൾക്ക് വേണ്ടിയുള്ള ശ്രമത്തിലാണ് പോലീസ്. എന്തായാലും സംഭവ സ്ഥലത്തേക്ക് ആരൊക്കെ വന്നെന്ന് വിശദമായിട്ട് പോലീസ് അന്വേഷിച്ചു വരികയാണ്. പ്രതികളിൽ ഒരാൾ യുവതിയുടെ ബന്ധുവാണ് എന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. മാതാവ് പറയുന്നത് പോലെ സുഹൃത്ത് കാരണമാണ് മരണമെന്നത് ആത്മഹത്യക്കുറിപ്പിൽ പരാമർശിക്കാത്തത് കൊണ്ട് തന്നെ ഈ മാതാവിന്റെ പരാതി എത്രമാത്രം ഫലവത്താകും എന്നത് കാത്തിരുന്നത് തന്നെ കാണണം. എന്തായാലും റഹീസ് പണം തട്ടിയെടുത്തെന്ന യുവതിയുടെ ബന്ധുക്കളുടെ ആക്ഷേപം വലിയ രീതിയിൽ പരിശോധിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ആത്മഹത്യക്കുറിപ്പിൽ ഈ കാര്യമില്ല എങ്കിൽ പോലും മാതാവിന്റെ ആ ഒരു ആരോപണം, പരാതി എന്നും കൃത്യമായി പരിശോധിക്കപ്പെടും. സാമ്പത്തിക തട്ടിപ്പ് സംബന്ധിച്ചിട്ടുള്ള തെളിവ് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നും ഈ ഒരു ആരോപണത്തിന് പിന്നാലെ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. സംഭവം നടന്ന ദിവസം റസീന വിഷമത്തിലായിരുന്നു എന്നാണ് റസീനയുടെ പിതാവ് മുഹമ്മദ് പ്രതികരിച്ചിരിക്കുന്നത്. ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നില്ലെന്നും ആരോടും അവൾ മിണ്ടുന്നുണ്ടായിരുന്നില്ല എന്നുമൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്താണ് സംഭവിച്ചത് എന്ന് തന്നോട് പറഞ്ഞിട്ടില്ല. സംഭവം നടക്കുമ്പോൾ കുറെ പേർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചതെന്നാണ് പിതാവും പറയുന്നത്. പിടിയിലായവർ തങ്ങളുടെ ബന്ധുക്കൾ തന്നെയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. അതേസമയം സംഭവത്തിന്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ, അതായത് ഈ പറയുന്ന മരണപ്പെട്ടിട്ടുള്ള യുവതിയുടെ ആൺ സുഹൃത്തിനെ ഒരു SDPI ഓഫീസിലേക്ക് എത്തിച്ച് അവിടെ നിന്ന് ചോദ്യം ചെയ്യുന്ന വീഡിയോ, അത് ഇപ്പോൾ അതിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. യുവതിയുടെ ആൺ സുഹൃത്തിനെ SDPI ഓഫീസിൽ വെച്ച് വിചാരണ ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ കൃത്യമായിട്ട് ഈ പുറത്തു വന്ന വീഡിയോയിൽ കാണാം. പല കാര്യങ്ങളും ഇയാളോട് ചോദിക്കുന്നതും യുവതിക്ക് മനോവിഷമമുണ്ട് എന്ന് യുവാവ് മറുപടി പറയുന്നതുമാണ് ആ ഒരു ദൃശ്യത്തിൽ വ്യക്തമായിരിക്കുന്നത്. ഇതിനു മുമ്പ് യുവാവിന് മർദ്ദനമേറ്റിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ രണ്ടുപേരുടെയും കുടുംബങ്ങളെ വിളിച്ചു വരുത്തി ചർച്ച നടത്താനിരിക്കുന്നു എന്നാണ് SDPI പ്രവർത്തകർ ഈ ഒരു സംഭവത്തിൽ വിശദീകരണം നൽകിയത്. പ്രതികൾ SDPI ഓഫീസിൽ ആൺ സുഹൃത്തിനെ എത്തിച്ച് 5 മണിക്കൂർ ചോദ്യം ചെയ്തു എന്നത് വ്യക്തമായിട്ടുണ്ട്. എന്തായാലും ഇതിനിടെ ഈ ഒരു വിഷയം വലിയ രാഷ്ട്രീയ വിഷയമായിട്ടും രാഷ്ട്രീയ പോർക്കളത്തിലേക്കും ഒക്കെ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് യുവതിയുടെ ബന്ധുക്കൾ ഇടപെട്ട വിഷയത്തെ രാഷ്ട്രീയവൽക്കരിച്ച് പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കാനാണ് CPM-ഉം പോലീസും ചില മാധ്യമങ്ങളുമൊക്കെ ശ്രമിക്കുന്നത്, ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ശ്രമിക്കുന്നത് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. എന്നാൽ CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ തന്നെയായിട്ടുള്ള മരണപ്പെട്ട യുവതിയുടെ മാതാപിതാക്കൾ കൺഫ്യൂഷൻസ് നിറയുന്ന ഒരു കേസായിട്ട് ഇത് മാറുകയാണ്. വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ച CPM-ഉം വ്യാജ വാർത്തകൾ നൽകിയ മാധ്യമങ്ങളും പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നാണ് SDPI പ്രവർത്തകരൊക്കെ പറയുന്നത്. ലീഗ് കോൺഗ്രസ് നേതാക്കളുടെയും മഹല്ല് ഭാരവാഹികളുടെയും സാന്നിധ്യത്തിൽ ഇരുവരുടെയും കുടുംബക്കാർ നടത്തിയ ചർച്ചയെ ആൾക്കൂട്ട വിചാരണ എന്ന് വിശേഷിപ്പിക്കുന്നത് പൊതുപ്രവർത്തകരെ അപമാനിക്കുന്നതിനും അവഹേളിക്കുന്നതിനും തുല്യമാണെന്നും ഇവർ പറയുന്നു. ഇത്തരം വിഷയങ്ങളിൽ വാർത്തകൾ നൽകുമ്പോൾ സത്യാവസ്ഥ അന്വേഷിക്കാതെ നുണകൾ പടച്ചു
പടച്ചുവിടുന്നത് പത്രദൃശ്യ മാധ്യമങ്ങളോടുള്ള ജനങ്ങളുടെ വിശ്വാസ്യതയെ ഇല്ലാതാക്കുമെന്നും അദ്ദേഹം ആ ഒരു സംഘടന ആളുകൾ പറയുന്നു. കേട്ട പാതി കേൾക്കാത്ത പാതി താലിബാനിസം എന്നൊക്കെ പറഞ്ഞ് ഭീകരവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഉണ്ട് എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടാകുന്നത്. ഈ ഒരു വിഷയത്തിൽ കണ്ണൂർ മുൻ എംപിയും CPM വനിതാ നേതാവുമായിട്ടുള്ള പി കെ ശ്രീമതി പറഞ്ഞ ആ ഒരു പ്രസ്താവന അത് തെറ്റാണ് എന്നും അത് തെറ്റ് ഏറ്റുപറയാൻ അവർ തയ്യാറാകണം എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പ്രതിഷേധമായിട്ട് വരുന്നത്. എന്തായാലും യുവാവ് ഈ മരണപ്പെട്ട യുവതിയുടെ കൂടെ ഉണ്ടായിരുന്ന യുവാവ് അയാളുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അയാളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. യുവതിക്ക് മനോവിഷമം ഉണ്ടാകുന്ന ഒരു സംഭവം തന്നെ ഉണ്ടായിരുന്നു ഇതിനു മുമ്പ്. അത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയുള്ള ഒരു കൂടിക്കാഴ്ചയായിരുന്നു എന്നാണ് യുവാവിന്റെ പക്ഷമെങ്കിൽ, മറുവശത്ത് ഈ വിചാരണ ചെയ്തു എന്ന് പറയുന്ന 3 പേർ അവർ നല്ല ഉദ്ദേശത്തോടെ ആ യുവതിയുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ് വിഷയത്തിൽ ഇടപെട്ടതെന്നും അവർ പരസ്യ വിചാരണയൊന്നും ചെയ്തതായിട്ട് കണക്കാക്കേണ്ടതില്ല എന്നും യുവതിയുടെ കൂടെ ഉണ്ടായിരുന്ന യുവാവാണ് കുറ്റക്കാരനെന്നുമൊക്കെയാണ് മറുവശത്ത് നിന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ പലരും പല ഭാഗത്തു നിന്ന് മറച്ചു വെക്കുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതേസമയം കഴിഞ്ഞ ദിവസമാണ് മമ്പറം കായലോട്ടെ റസീനയുടെ ആത്മഹത്യയിൽ ആൺ സുഹൃത്തിന് പങ്കുണ്ട് എന്ന യുവതിയുടെ മാതാവ് ഫാത്തിമയുടെ ആരോപണം വലിയ രീതിയിൽ ചർച്ചയാകുന്നത്. സംഭവം 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു വിഷയമാണിത്. അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ച റസീന എന്ന് പറയുന്ന യുവതി അവരുടെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ അവരുടെ മൃതദേഹം കണ്ടെത്തുന്നു. സംഭവത്തിൽ 3 പേരെ SDPI പ്രവർത്തകരായിട്ടുള്ള 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഇതിനുശേഷമാണ് യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തുന്നത്. അതായത് ഈ യുവതിക്ക് ഒപ്പം ഒരു ആൺസുഹൃത്ത് ഉണ്ടായിരുന്നു. അവർ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത് കണ്ട ഈ 3 സംഘം എത്തുകയും അവരെ പരസ്യ വിചാരണ ചെയ്യുകയും കൂട്ടവിചാരണ നടത്തി യുവാവിന്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണും ടാബും ഒക്കെ പിടിച്ചു വെക്കുകയും അത് തിരികെ കൊടുക്കാൻ വിസമ്മതിക്കുകയും 5 മണിക്കൂറോളം തടങ്കലിൽ എന്ന പോലെ ഈ യുവാവിനെ പിടിച്ചു വെക്കുകയും ഒക്കെ ചെയ്തതിൽ മനന്നൊന്താണ് ഈ യുവതി ആത്മഹത്യ ചെയ്തത് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും വിഷയം വലിയൊരു രീതിയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.